ഈ റമദാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് ഒരടിമയ്ക്ക് അവന്റെ പാപം പുറത്തു കൊടുക്കുക എന്നുള്ളത്. നമ്മൾ തൗബ ചെയ്യണമെന്ന് മാത്രം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ്. റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ തന്നെ വേണം എപ്പോഴും ഇസ്തിഗ്ഫാർ. അതുകൊണ്ടാണല്ലോ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ദീർഘമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. റമദാനിന് മുന്നോടിയായി തന്നെ പ്രവാചകർ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് കൊടുത്ത ക്ലാസിൽ പ്രവാചകർ ധാരാളം വിശദീകരിച്ചു. ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ ഫഖാല യാ അയ്യുഹൻ നാസ് ഇന്ന ഹാദാ ശഹ്റുൻ മുബാറക് ശഹ്റുൻ ഫീഹി ലൈലത്തുൽ ഖദ്ർ അല്ലതി ഹിയ ഖൈറുൻ മിൻ അൽഫി ശഹ്ർ ശഹ്റുൻ ജഅല അല്ലാഹു സിയാമഹു ഫരീള വഖിയാമ ലൈലിഹി തതവ്വുഅ മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ ومن أدى فريضة فيه كان كمن أدى 70 فريضة فيما سواه وهو شهر الصبر والصبر ثوابه الجنة وشهر المواساة وشهر يزاد فيه رزق المؤمن من فطر صائما كان مغفرة لذنوبه وعتق رقبته من النار فقال الصحابة يا رسول الله ليس كلنا ما نجد لنفطر الصائم فقال رسول الله صلى الله عليه وسلم يعطي الله هذا الثواب من فطر صائما بتمرة أو بشربة من ماء. ഇങ്ങനെ തുടങ്ങിയിട്ട് ദീർഘമായ ഹദീസ് പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദ്റിന്റെ മാസമാണ്. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു ആവർത്തന വിരസത ഞാൻ സൃഷ്ടിക്കുന്നില്ല. ലൈലത്തുൽ ഖദ്ർ ഉള്ള മാസമാണ്. ഖുർആൻ ഇറക്കപ്പെട്ടതായ മാസമാണ്. ഇതിന്റെ തുടക്കം റഹ്മത്താണ്, ഇതിന്റെ മധ്യം മഗ്ഫിറത്താണ്, പാപമോചനമാണ്. ഇതിന്റെ അവസാനത്തെ 10 നിലകൊള്ളുന്നത് നരകീയ മോചനമാണ്. മാത്രമല്ല ഈ പരിശുദ്ധമായ റമദാനിൽ ഒരു ചെറിയ നന്മ ചെയ്താൽ ഒരു ഫർദിന്റെ പ്രതിഫലം, ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിന്റെ നേട്ടം, ഒരു ഫർദ് അനുഷ്ഠിച്ചാൽ 70 ഫർദുകളുടെ നേട്ടം, ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ അവന്റെ സ്വന്തം പിരടിയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നോമ്പ് തുറപ്പിച്ചവന് സാധ്യമാകുമെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് അപ്പോൾ സംശയം പ്രകടിപ്പിച്ചു, നബിയെ, നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കണമെങ്കിൽ വയറ് നിറപ്പിക്കണമല്ലോ, അതിനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. നബി തങ്ങൾ പറഞ്ഞു, ഒരു കാരയ്ക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ കവിളിത്തടം വെള്ളം കൊടുത്തിട്ട് നോമ്പ് തുറപ്പിച്ചാലും നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ വിശാലമായി പ്രവാചകൻ പറയുന്ന ദീർഘമായ ഹദീസ് ഉണ്ട്. അതിന്റെ അവസാനം കാണാം 4 കാര്യങ്ങൾ നിങ്ങൾ ഈ വിശുദ്ധ റമദാനിൽ അധികരിപ്പിക്കണം. ഫസ്തക്സിറു ഫീഹി മിൻ 4 ഖിസാലിൻ. 4 കാര്യങ്ങൾ അധികരിപ്പിക്കണം. അതിന്റെ ആദ്യത്തെ 2 കാര്യങ്ങൾ റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ കാരണമാകും. തുർലൂന ബിഹാ റബ്ബക്കും. റബ്ബിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ബാക്കി 2 കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചേ മതിയാവൂ. ഏതാണത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നും അള്ളാഹുവിനോട് ഞാൻ പാപമോചനത്തിനെ തേടുന്നു എന്നുള്ള ആദ്യത്തെ 2 വാക്കുകൾ ഉച്ചരിക്കുന്നതോടുകൂടി റബ്ബിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കുകയാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് നമ്മുടെ വിഷയം. റബ്ബിന്റെ പൊരുത്തം കിട്ടാനുള്ള മാർഗങ്ങൾ അതിലേറ്റവും വലുതാണ് എന്ത്? ഇസ്തിഗ്ഫാർ, പാപമോചനം. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ റബ്ബിന്റെ പൊരുത്തം കിട്ടും. വറിദ്വാനും മിനല്ലാഹി അക്ബർ. റബ്ബിന്റെ പൊരുത്തമാണ് ഏറ്റവും വലുത് എന്ന് വിശുദ്ധ ഖുർആൻ. റബ്ബിന്റെ പൊരുത്താണ് ഏറ്റവും വലുത്. അത് ലഭിക്കലാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രയത്നം മുഴുവനും. അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനെന്ത് വേണം? ഇസ്തിഗ്ഫാർ ചൊല്ലണം. റമദാൻ മുഴുക്കെ എല്ലാ സമയങ്ങളിലും പുരുഷന്മാരും സ്ത്രീകളും ഫർദ് നമസ്കാരങ്ങൾക്കും സുന്നത്ത് നമസ്കാരങ്ങൾക്കും എന്ത് വേണ്ട, സദാസമയവും ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടതായ ദിക്റാണ് ഇത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. റമദാൻ 1 തുടങ്ങിയാൽ 30 വരെ ഇതുണ്ട്. ഇതിനോടൊപ്പമാണ് ബാക്കിയുള്ളതൊക്കെ.
ഇതുവരെ ദുആയിരുന്ന അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ മാറ്റി 10 ദിവസം കഴിഞ്ഞു കാരുണ്യത്തിന്റെ 10. അപ്പോഴും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയ ദിക്റിന് മാറ്റം വന്നിട്ടില്ല. അതങ്ങനെ തന്നെയുണ്ട്. രണ്ടാമത്തെ 10ലും മൂന്നാമത്തെ 10ലും ചേർന്നുണ്ട്. വലിയ മഹത്വമാണത്. ഒരു ദിവസം ഒരു ചുരുങ്ങിയതൊരു 100 പ്രാവശ്യമെങ്കിലും അത് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം നബിതങ്ങൾ അതിന് എണ്ണം വെക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് 3 എണ്ണമാണ്, അങ്ങനെ നിശ്ചിത എണ്ണമല്ല അതിന് പറഞ്ഞിട്ടുള്ളത്. ഫസ്തക്സിറൂ ഫീഹി മിൻ അർബഇ ഖിസാലിൻ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഈ റമദാനിൽ അധികമായി ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ 3 നിശ്ചയപ്പെടുത്തിയത് എന്തുകൊണ്ട്? നിങ്ങൾക്ക് ചെല്ലാനുള്ള ഒരു പ്രോത്സാഹനം നൽകിയിരിക്കാൻ. നിസ്കാരത്തിന് ശേഷം ഒരു 3 എണ്ണത്തിൽ നിർത്തുന്നു. നിങ്ങൾ ഇനിയും അധികരിപ്പിക്കാൻ. കിട്ടുന്ന വേളകളിലൊക്കെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ തസ്ബീഹ് എടുത്തിട്ട് അങ്ങനെ ചെല്ലിൻ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ദിവസം ഒരു 100 എണ്ണമെങ്കിലും ചെല്ലണം ഇനി മുതൽ അങ്ങോട്ട്. കാരണം ഇസ്തിഗ്ഫാർ ഭയങ്കര നേട്ടമുള്ള സംഗതിയാണ്. പാപമോചനം തേടുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു നൂഹിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. 950 വർഷം നിരന്തരമായി ജനങ്ങളെ പ്രബോധനം നടത്തിയതാകുന്ന സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാം മതനിയമവുമായി ആദ്യമായി ഏൽപ്പിക്കപ്പെട്ടതായ വ്യക്തിയാണ്. ശരീഅത്തിന്റെ നിയമവുമായി ജനങ്ങളിലേക്ക് പ്രബോധനമായി കടന്നതെന്ന പ്രവാചകനാണ് സയ്യിദുന നൂഹ് അലൈഹിസ്സലാം. 950 വർഷം നിരന്തരമായി ജനങ്ങളിലേക്ക് പ്രബോധനം നടത്തിയിട്ടും വിരലിലെല്ലാവുന്ന ആളുകളാണ് അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കുന്നത്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നത്. തെറ്റിൽ വ്യാപൃതരായി നിലകൊള്ളുന്ന സമൂഹത്തോട് ബഹുമാനപ്പെട്ടതാകുന്ന നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. ഇസ്തിഗ്ഫാർ നിങ്ങൾ ചൊല്ലണേ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ, പാപമോചനം അല്ലാഹുവിനോട് തേടണേ. കള്ളുകുടിച്ചും വ്യഭിചരിച്ചും മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയും വിഗ്രഹങ്ങൾ ആരാധിച്ചും നിങ്ങളുടെ ഈമാനില്ലാതെ നിങ്ങൾ മോശമായി പോകരുതേ. എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു നൽകാൻ കെൽപ്പുള്ളവനാണ് അല്ലാഹു. നിങ്ങളുടെ സർവ്വ പാപങ്ങളും റബ്ബിലേക്ക് നിങ്ങൾ ഏറ്റുപറയണേ. ഇന്നഹു കാന ഗഫാറാ, അവൻ സർവ്വ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം 1 പാപമോചനം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. كان النبي صلى الله عليه وسلم يستغفر له 70 مرة أو 100 مرة. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പഠിക്കണേ, അല്ലാഹുവിന്റെ റസൂൽ ദിനേനെ 70 100 പ്രാവശ്യമോ മുടങ്ങാതെ ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഉന്നതനായ അല്ലാഹുവിനോട് ഞാൻ പാപമോചനത്തിന് തേടുന്നു. ആരാ ചെല്ലുന്നത്? നബി മുഹമ്മദ് മുസ്തഫ. ഈ നബി ആരാ? ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നബിയേ തങ്ങളുടെ മുൻ പിൻ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകിയവരല്ലേ പരിശുദ്ധമായ ഖുർആൻ.
പാപസുരക്ഷിതത്വം കിട്ടിയ നബിതങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ എത്ര വട്ടം ചെല്ലും? 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലും. പാപമില്ലാത്ത വ്യക്തിയാണ്, മുൻപാപമില്ല പിൻപാപമില്ല. അതാ ഖുർആൻ പറഞ്ഞത്, മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. ഖുർആനാണ്. പിന്നെന്തിന് നബി ചെല്ലി? അവ മനസ്സിലാക്കണം, ഇസ്തിഗ്ഫാർ ചെല്ലുന്നതിലൂടെ പാപമോചനം മാത്രം അല്ല. മനസ്സിലാക്കണം. കാരണം പാപസുരക്ഷിതത്വം കിട്ടിയ വ്യക്തി എന്തിനാണ് ചെല്ലുന്നത്? ചെല്ലേണ്ട കാര്യമില്ല, വേറെ ചില നേട്ടങ്ങളുണ്ട്. അതാണ് ഖുർആൻ പറയുന്നത്. ആ കേൾക്കാൻ നിങ്ങൾ. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. മഴയില്ലാതെ വിഷമിക്കുന്ന സമൂഹമേ, എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലും മഴ പെയ്തു എന്ന് കേൾക്കുമ്പോഴും ഞങ്ങൾക്കൊരു മഴ വേണമെന്ന് ആഗ്രഹിക്കുന്നതായ സഹോദര, കൃഷിയുടേതാകുന്ന ജീവിത മാർഗത്തിലൂടെ ദൈനംദിനം ജീവിതം പച്ച പിടിപ്പിക്കുന്നതായ കച്ചവടക്കാരെ, കൃഷിക്കാരെ, നിങ്ങൾക്ക് മനോഹരമായ മഴയെ അള്ളാഹു സംവിധാനിക്കണമെങ്കിൽ ഈ ചൂടൊന്ന് കുറച്ച് റാഹത്താകുന്ന കാരുണ്യത്തിന്റെ മഴ അള്ളാഹു വർഷിച്ച് നൽകണമെങ്കിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. അല്ല പറയുകയാണ്, കുത്തിച്ചൊരിയുന്നതാകുന്ന കാരുണ്യത്തിന്റെ മഴ അള്ളാഹു വർഷിച്ച് നൽകുമേ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലെങ്കിലെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ പാപം പൊറുക്കും, കാരുണ്യത്തിന്റെ മഴ അള്ളാഹു വർഷിച്ചു നൽകും. മിദ്റാറാൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപകരിക്കുന്ന കുത്തിച്ചൊരിയുന്ന നല്ല മഴ, പ്രളയ ദുരിത മഴയല്ല. കാരണം ഇത് ഇസ്തിഗ്ഫാർ ചൊല്ലി ദിക്ർ ചൊല്ലിയിട്ട് കിട്ടുന്ന മഴയാണ്. അതുകൊണ്ട് കാരുണ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഴയെ അള്ളാഹു പറഞ്ഞത് തന്നെ കാരുണ്യമെന്നാണ്. അത് ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ എന്തായാലും അങ്ങനെ തന്നെയാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വയൻഷുറു റഹ്മതഹു. അള്ളാഹുവിന്റെ കാരുണ്യം അവൻ വാരി വിതറും, അത് അള്ളാഹു വർഷിച്ചു നൽകും. അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇവിടെ ഈ റഹ്മത്ത് കൊണ്ട് വിവക്ഷ അൽമാഉ, ഏതാണ്? അൽമത്തറു, മഴയാണ്. ആകാശ സീമകളിൽ നിന്ന് പടച്ചറബ് വർഷിച്ച് നൽകുന്ന മഴയാണ്. അത് കാരുണ്യമാണ്. അള്ളാഹു നേടിയെടുക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ പാപമോചനം നമ്മൾ എന്തായാലും ചെല്ലണം. ദിവസം ഒരു 100 എണ്ണം ചെല്ലണമെന്ന് ഞാൻ പറഞ്ഞത് അതാണ് കാരണം നബിതങ്ങൾ എല്ലാ ദിവസവും ചെയ്തിരുന്നതാണ്. കാന എന്ന പദം ഇട്ടിട്ടാണ് ഹദീസ് ഉള്ളത്. കാന എന്ന പദം ദവാമിനെ കുറിക്കും, അഥവാ നിത്യമായി ചെയ്തിരുന്ന ഒരു അമലിനാണ് ആ പദപ്രയോഗം നടത്തുക എന്ന് മഹത്തുക്കളാകുന്ന ഇമ്മത്തുകൾ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നമ്മളും നിത്യമാക്കണം എല്ലാ ദിവസവും. അതിനാണ് ഈ പറഞ്ഞ റമദാനിലാവുമ്പോൾ ഭയങ്കര ബലാൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ചോദിച്ചുകൊണ്ടേയിരിക്കുക. അത് ചെറിയൊരു ദുആ അല്ല, വലിയ ദുആ. അതുകൊണ്ടാണ് നബിതങ്ങൾ അത് അധികമാക്കാൻ പറഞ്ഞത്. റമദാനിൽ ചെയ്യേണ്ട അമലുണ്ട്, അതിൽപ്പെട്ടതാണ്. റമദാൻ കഴിഞ്ഞ് ചെയ്യാനുള്ളതല്ല. റമദാൻ കഴിഞ്ഞും ഇസ്തിഗ്ഫാർ വേണം. പക്ഷെ ഈ പൂർണ്ണമായ ദുആ റമദാനിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാൻ പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി. അതിൻ്റെ ഗുണം ഇതാണ്: 1 മഴ, പാപമോചനം; 2 തീർന്നില്ല, ويمددكم بأموال وبنين ويمددكم بأموال وبنين. സമ്പത്തില്ലാതെ വിഷമിക്കുന്നതായ കച്ചവടക്കാരെ, സഹോദരങ്ങളെ, ഉസ്താദേ ഒരുപാട് പ്രയാസമാണ്, സാമ്പത്തികമായി ഞെരുക്കമാണ്, സാമ്പത്തികമായി കുടുസാണ്, കോവിഡ് വന്നതിൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരെ ഇസ്തിഗ്ഫാർ ചൊല്ലണേ. നമ്മൾ ഇസ്തിഗ്ഫാറിനെ നിസാരപ്പെടുത്തി. ഇതൊക്കെ എന്ത് ഇസ്തിഗ്ഫാർ, നമുക്കറിയാവുന്ന ഇസ്തിഗ്ഫാറല്ലേ, കഴിഞ്ഞു. നിസ്കാരം കഴിയുമ്പോൾ ഒരു 3 എണ്ണം ചൊല്ലിയ ഖലാസ്. ഈ ഇസ്തിഗ്ഫാറിന്റെ നേട്ടം നമ്മൾ പഠിക്കുന്ന ഈ ഉമ്മത്ത് അറിയണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇന്ന് സുന്നികൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അർത്ഥം അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഒരു ദുആയോ അർത്ഥം അറിയാത്ത എന്തെങ്കിലും ഒരു ദിക്ർ കിട്ടുവാണെങ്കിൽ ഭയങ്കര സംഭവം. ഒന്ന് എഴുതി തന്നെ ഉള്ളല്ലോ, ഉടനെ അത് എഴുതി വാങ്ങാൻ നിൽക്കുക. അതാണ് നമ്മുടെ ഈ ഉമ്മത്ത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വില അറിയില്ല, സലാത്തിന്റെ വില നമ്മൾ അറിയുന്നില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ
ചെറുതായിട്ടൊക്കെ അറിയാമെങ്കിലും അതിനെ അങ്ങോട്ട് നിസ്സാരപ്പെടുത്തി അതിനേക്കാൾ വലുത് വേറെന്തൊക്കെയാണ്, അർത്ഥം അറിയാത്ത ചില ദിക്റുകളാണ്, പൊടിക്കൈകളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പിറകെ പോയി. ഇസ്തിഗ്ഫാർ നമ്മളെപ്പോഴും ചെല്ലുന്ന ഇസ്തിഗ്ഫാറിന്റെ ശ്രേഷ്ഠതയാണ് അള്ളാഹ് പറയാണ് ഖുർആനിൽ, പഠിക്കണം നമ്മൾ. അതിന്റെ ശ്രേഷ്ഠത ഉള്ളതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടങ്ങാതെ, വേറെ എന്തൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യുന്നതിനിടയിലും പ്രവാചകൻ മുടങ്ങാതെ 100 വട്ടം ചെല്ലണമെങ്കിൽ അതിന്റെ മഹത്വം നിസ്സാരമല്ല. നമ്മുടെ ജീവിതത്തിൽ വേണം അത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, സമ്പത്തില്ലാതെ വിഷമിക്കുന്ന സഹോദരാ സഹോദരി, നിനക്ക് സമ്പത്ത് അധികരിക്കണോ, ഇസ്തിഗ്ഫാർ ചൊല്ലണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വബനീൻ, മക്കളില്ലാതെ വർഷങ്ങളായി പ്രയാസപ്പെടുന്ന ആളുകളെ, ചികിത്സ തേടുന്ന മുസ്ലിമേ മുസ്ലിമത്തേ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളണേ, അള്ളാഹു നിങ്ങൾക്ക് സന്താനങ്ങളെ അധികരിപ്പിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ചികിത്സ നടത്തുന്നതിനോടൊപ്പം നിങ്ങൾ ഇസ്തിഗ്ഫാർ കൂടി ചെല്ലിൻ. വബനീൻ, അല്ലാഹ് പറയാൻ, വയുംദിദുക്കും, മദ്ദയമുദ്ദു, നീട്ടിത്തരും. 1ഉം 2ഉം പൈസയല്ല തരുന്നത്, എത്രയാണ് ആവശ്യം, ലക്ഷക്കണക്ക് രൂപ, നിന്റെ കടബാധ്യതകൾ തീരും ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, മല്ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ഗമ്മിൻ മഖറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരൊരുവൻ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചുവോ, പാപമോചനം തേടൽ അധികരിപ്പിച്ചുവോ, അസ്തഗ്ഫിറുല്ലാഹൽ അദീമിനെ ലാസിമാക്കിയോ, സദാസമയവും അവൻ ഒഴിവുള്ള വേളകളിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടോ, പടച്ചറബിനോട് പാപം പൊറുപ്പിക്കാൻ പരിശ്രമിച്ചോ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ഗമ്മിൻ മഖറജാ. എല്ലാ മനപ്രയാസങ്ങളിൽ നിന്നും, എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവന്റെ മനസ്സിന് അല്ലാഹു തുറസ് നൽകുകയാണ്. ഈ ദുനിയാവിൽ കച്ചവടമില്ലാതെ പ്രതിസന്ധിയിൽ അകപ്പെട്ട് നിൽക്കുന്ന മനുഷ്യ, മാനസികമായി വിഭ്രാന്തിയിൽ നിൽക്കുന്ന സഹോദര, വീടുണ്ട്, വാഹനമുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കുടുംബമുണ്ട്, സർവ്വതുമുണ്ട്, പക്ഷേ മനസ്സിനൊരു സമാധാനമില്ലാതെ അസമാധാനത്തിന്റെ അശാന്തിയുടെ ജീവിതം നയിച്ചുകൊണ്ട് മുന്നേറുന്നതായ സഹോദര, നിനക്ക് ശാന്തിയുടെ ദൂത് വേണോ, നിനക്ക് പരിശുദ്ധ പ്രവാചകന്റെ തിരുവചനത്തിലേക്കൊന്ന് മടങ്ങിക്കോടെ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ആദരവായ പ്രവാചകനാണ് ഉണർത്തുന്നത്. ഇസ്തിഗ്ഫാർ ആരെങ്കിലും ലാസിമാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ഗമ്മിൻ മഖറജാ. എല്ലാ മനക്ലേശത്തിൽ നിന്നും, മനപ്രയാസത്തിൽ നിന്നും അല്ലാഹു അവനെ സംരക്ഷിക്കുന്നതാണ്. തീർന്നില്ല, തീർന്നില്ല. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത ഭാവത്തിലൂടെ അല്ലാഹു റിസ്ഖ് നൽകുമേ എന്നും നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. റിസ്ഖ് നൽകും. റിസ്ഖ് എന്ന് പറഞ്ഞാൽ അതല്ല, ചിലരങ്ങനെ മനസ്സിലാക്കുന്നത്, വൈകിട്ട് സമൂസ, കഞ്ഞി, പള്ളിയിൽ നിന്ന് കിട്ടുന്ന അട്ടിപ്പാത്രം, അതല്ല. ഫുഡല്ല, ഫുഡും അതിലുണ്ട്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥമാണ്. നമ്മൾ ശഅബാൻ 15-ന് റിസ്ഖ് ബറക്കത്തുണ്ടാകാൻ വേണ്ടി ദ്വാരക്കും അല്ലേ? അടുത്തൊരു കൊല്ലം ആയുസ്സിൽ റിസ്ഖ്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്ന് കുഴിമന്തി, കിഴി പൊറോട്ട അത് കിട്ടുമെന്നുള്ളതാണ്. അതല്ല, ഇതിനകത്ത് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ വീട്, വാഹനം, നിന്റെ ജീവിത പശ്ചാത്തലം, അതിനകത്ത് ഉൾപ്പെട്ടു ഭക്ഷണം, എല്ലാം കൂടി ഉൾപ്പെട്ടതാണ്. നീ വിചാരിക്കാത്ത ഭാവത്തിലൂടെ അള്ളാഹുവിന്റെ സഹായം നിനക്കുണ്ടാകും. കച്ചവടത്തിനുണ്ടാകും, വീട് വെക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വീടിന്റെ പൂർത്തീകരണം നടക്കും, വാഹനത്തിനു വേണ്ടി കൊതിക്കുന്നവന് ഹൈറായ വാഹനം കിട്ടും, നിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടും. അതാണ് പറഞ്ഞതിലർത്ഥം. എന്ത് മുറുകെ പിടിച്ചാൽ മൻ ലസിമൽ ഇസ്തിഗ്ഫാറ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അധികരിപ്പിച്ചാൽ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുറുകെ പിടിക്കണം. ഒരു ദിവസം ചൊല്ലി അടുത്ത ദിവസം ചെല്ലാതിരിക്കരുത്. എല്ലാ ദിവസവും മുടങ്ങരുത്. 100 വട്ടം ഇസ്തിഗ്ഫാർ.
അവിടെ നിന്നാണ് ദിക്ർ തുടങ്ങേണ്ടത്. നമ്മൾ അതുകൊണ്ടല്ലേ ദുആന്റെ ദിക്റിന്റെയൊക്കെ മജ്‌ലിസിൽ ആദ്യം തുടങ്ങുക ഉസ്താദ് അസ്തഗ്ഫിറുല്ലാഹല്ലദീം പറഞ്ഞിട്ടാണ് തുടങ്ങുക. അതിന് ഏറ്റവും ഉപയുക്തമായ മാസമാണ് റമദാൻ. മാഷാ അല്ലാഹ്, ചോദിച്ചാൽ ഉത്തരം ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ സമ്പത്ത് അധികരിപ്പിച്ച് കിട്ടും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനങ്ങൾ ലഭിക്കും. കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകും. പാപങ്ങൾ പുറത്തു നൽകും. ഇത്രയും കിട്ടി, തീർന്നില്ല. വീണ്ടും അല്ലാഹ് പറയാൻ, ഇതൊക്കെ ദുനിയാവാണ്. ഇനി ആഖിറത്തിലേക്ക് വരുമ്പോഴോ وَيَجْعَلْ لَكُمْ جَنَّاتٍ وَيَجْعَلْ لَكُمْ أَنْهَارًا. സ്വർഗീയ ഉദ്യാനങ്ങൾ അല്ലാഹു നൽകാൻ. ജന്നത്ത് എന്നല്ല പറഞ്ഞത്, വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. നെഹറിന്റെ ബഹുവചനമാണ് അൻഹാർ. ഒരു അരുവിയല്ല, സുബ്ഹാനല്ലാഹ്, അതിന്റെ എണ്ണയില്ല. അല്ലാഹു തരുന്നതാണ് സ്വർഗത്തിൽ വിശാലമാകുന്ന അരുവികൾ, സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ, സ്വർഗത്തിന്റെ മനോഹരമാകുന്ന വീടുകൾ അല്ലാഹു നമുക്ക് നൽകും. എന്ത് ചൊല്ലിയാൽ? ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ശ്രദ്ധിക്കൂലേ? ഇൻഷാ അല്ലാഹ് പറയും. നമ്മളൊരു ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമലിന് എന്തെങ്കിലും കിട്ടണം, പ്രത്യേകിച്ച് റമദാനിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനാണ് ആദ്യം തന്നെ ഇത് പറഞ്ഞത്, ഇസ്തിഗ്ഫാർ മുറുകെ പിടിക്കുക. അതിന് ഏറ്റവും നല്ല ദിക്റാണ് ഏത് എന്ന് ചൊല്ലിക്കെല്ലാവരും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ആ വെളിയിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് സ്വീകരിച്ചാത്തോട്ടിരുത്തും. ഇങ്ങോട്ടും കൂടി ഇട്ടോ കസേര. അക്ബർ എവിടെ? അല്ലാഹു നമ്മുടെ ഈ സദസ്സ് കബൂലാക്കുമാറാവട്ടെ. എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കും, നല്ലതുപോലെ ശ്രദ്ധിച്ചു. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ പാപമോചനത്തിന്റെ 10 തുടങ്ങിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് മുടങ്ങരുത്. ഇതുവരെ ചൊല്ലി ശീലിക്കാത്തവർ ഇനി അങ്ങോട്ട് ചൊല്ലി ശീലിക്കണം. 100 വട്ടം തന്നെ ചൊല്ലണം ഈ ദിക്ർ റമദാനിൽ മുഴുക്കെ. സഹോദരിമാരോട് പ്രത്യേകിച്ച്, കാരണം പുരുഷന്മാരെക്കാൾ കൂടുതൽ അമൽ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക. പറഞ്ഞാൽ എന്തും കേൾക്കുന്നവരാണ് സഹോദരിമാർ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നിയ്യത്തുകളെല്ലാം അല്ലാഹു സാധൂകരിക്കുമാറാവട്ടെ. ആ ബക്കറ്റ് ഒന്ന് ഓടിച്ചോളൂ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ എല്ലാവരും വന്നല്ലേ? എല്ലാവരും അകത്ത് കയറിയില്ലേ? അപ്പൊ ഇനി ബക്കറ്റ് എടുക്കാം. അല്ലാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കുമാറാവട്ടെ. خلي خلة الخذلان خوف الخاتمة خالل خليلا خامل الوصف من الخلخال خال لا إله إلا الله അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഈ നൽകുന്ന സദഖകളെ നീ കബൂലാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് ഞങ്ങളേവരെയും നീ കാവലിലാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ളതിൽ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയാലുക്കളുടെ അസൂയെ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നൽകിയിട്ടുള്ള സർവ്വ നിഅമത്തുകൾ നിലനിർത്തണേ അല്ലാ. അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനവും ശാന്തിയും പ്രദാനം ചൊരിയണേ അല്ലാ. സർവോപരി റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റമദാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ഹതഭാഗ്യരിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. കാരുണ്യത്തിന്റെ 10 കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. മഗ്ഫിറത്തിന്റെ 10ലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. പാപമോചനം നേടിയെടുക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ റമദാനിലൂടെ പാപമോചനം സാധ്യമാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ.
പാപമോചനം സാധ്യമാകാൻ ഉള്ള വഴികളാണ് പറഞ്ഞത്. ഒന്ന്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കൽ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ പാപമോചനം ഉറപ്പാണ്. ഈ 10 നമ്മൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ്. 2, വുളൂ നിത്യമാകുക. വുളൂ എപ്പോഴും ദായിമാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ. ഒരു കാരുണ്യത്തിന്റെ 10ഉം അതുപോലെ മഗ്ഫിറത്തിന്റെ 10ഉം നരകീയ മോചനത്തിന്റെ 10ഉം ഇങ്ങനെ തന്നു വിടുമ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി പോകണം. അതിനാണ് ഇത് ഉണർത്തുന്നത്. ശരിക്കും മനസ്സിലാക്കി വുളൂ നിത്യമാക്കുക. വുളൂ ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം അവന്റെ അവയവങ്ങൾ നല്ല വൃത്തിക്ക് കഴുകിയാൽ അതിൻ്റെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പാപങ്ങൾ കുഴിഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 കൈകളും ആദ്യം കഴുകുന്നു. വെള്ളം വിരലിലൂടെ ഉതിർന്നു പോകുമ്പോഴേ തന്നെ അവന്റെ പാപങ്ങൾ കുഴിഞ്ഞു പോവുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുഖം കഴുകുന്നു. നല്ല വൃത്തിയായി കയറ്റി വൃത്തിയായി റാഹത്തായിട്ട് കഴുകാൻ. എങ്ങനെയെങ്കിലും ഒപ്പിച്ചു വെക്കല്ല. കൈകൾ കഴുകുന്നു. 2 കൈകളും മുട്ടുൾപ്പെടെ മുകളിലോട്ട് നല്ലതുപോലെ കയറ്റി കഴുകി. ചിലർ ഷർട്ട് ധരിക്കുമ്പോൾ ഫുൾ കൈ ഷർട്ടാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ അതിങ്ങനെ ഇവിടെ കറക്റ്റ് അളവാണ്. അവരിങ്ങനെ ഇവിടം വരെ വെക്കുള്ളൂ കറക്റ്റ്. ഇവിടെ അല്പം ഇങ്ങോട്ട് കയറ്റൂല. അളവ് പിടിച്ചിട്ട് കറക്റ്റ് കഴുകുന്ന ചില പിള്ളേരെ കാണാം, ചെറുപ്പക്കാരെ കാണാം. അങ്ങനെ വേണ്ടല്ലോ. കുറച്ചുകൂടി ഇങ്ങോട്ട് കയറ്റി നല്ല വൃത്തിയായിട്ട് കഴുകി. ഓറം മുഹജ്ജിരീന് കയ്യും കാലും ഒക്കെ നല്ലതുപോലെ കയറ്റി കഴുകുന്ന ആളുകളെ പ്രത്യേക നാളെ വിളിച്ച് അവരെ സ്വർഗത്തിലേക്ക് കടത്തുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒതു കൊടുക്കുമ്പോൾ നല്ല റാഹത്തായിട്ട് എടുക്കാൻ, നല്ല സന്തോഷത്തോടുകൂടി എടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വയലിത്തറ മുഹമ്മദ് കുഞ്ഞു മൗലവി ഈ അടുത്തിടെ മരണപ്പെട്ടു പോയ കേരളത്തിലെ പ്രമുഖ പ്രഭാഷകനാണ്. വലിയ പണ്ഡിതനായിരുന്നു. പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ വാഴുമെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അള്ളാഹു കൊടുത്ത ദറജ ഉയർത്തട്ടെ. അദ്ദേഹം വുളൂ എടുക്കുന്ന സന്ദർഭത്തിൽ വളരെ സമയമെടുത്തിട്ടാണ് വുളൂ എടുക്കുക. എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയും ശുദ്ധിയും വെടുപ്പോടുകൂടിയും തന്നെയാണ് വുളൂ എടുക്കുക. വുളൂ ഒരു കലയായിട്ട് കണ്ടിരുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ടതാകുന്ന വയലിത്തറ മുഹമ്മദ് കുഞ്ഞു മൗലവി. അള്ളാഹുവിന്റെ ഖബർ പ്രകാശപൂരിതമാക്കുമാറാവും. അവസാനം അദ്ദേഹം മരണപ്പെടുന്നത് സഹോദരങ്ങളെ വുളൂ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ്. നിസ്കാരത്തിന് വേണ്ടി വുളൂ എടുക്കാൻ വേണ്ടി നിലകൊള്ളുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. നോക്കൂ നിങ്ങൾ, എത്ര താല്പര്യത്തിൽ ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യുന്നു അതേ കാര്യത്തിൽ തന്നെയായിരിക്കും മരണവും ഉണ്ടാവുക. മനസ്സിലാക്കണം. നമ്മൾ നല്ല വൃത്തിയായിട്ടാണ് എടുക്കുക. സമയം വളരെയേറെ എടുത്തിട്ടാണ് അദ്ദേഹം വുളൂ ചെയ്യലുണ്ടാവുക. നമ്മളൊക്കെ വുളൂ എടുക്കുക, അങ്ങോട്ട് പോകുന്നതും കാണാം, ഇങ്ങോട്ട് വരുന്നതും കാണാം. എന്തൊക്കെ കാണിച്ചു വെക്കാണ്. തല തടവുന്നത് പോലും പൂർത്തിയാക്കി തടവലില്ല നമ്മളിൽ പലരും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. നല്ല വൃത്തിയായി വുളൂ ചെയ്യാൻ. മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചത്, ദറസിൽ നിന്നൊക്കെ പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. സാധുമാരെ കണ്ട് അവർ ചെയ്യുന്നത് പോലെ കൃത്യമായി നല്ല റാഹത്തായിട്ട് വുളൂ ചെയ്യും. ഇതൊക്കെ ഒരു നിസ്സാരമായ കാര്യമല്ല. നിസ്കാരത്തിന്റെ സാധൂകരണത്തിന് വേണ്ടതാണ് വുളൂ നല്ല വൃത്തിയായി ചെയ്യുക. നല്ല റാഹത്തായിട്ട് എടുക്കൂടെ. അങ്ങനെ ഒന്ന് എടുത്താൽ തന്നെ അതിനുശേഷമുള്ള ദുആ ചെയ്താൽ തന്നെ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വുളൂ എടുത്തതിന് ശേഷം ഖിബിലയ്ക്ക് അഭിമുഖമായി നിലകൊണ്ട് ആകാശത്തിലേക്ക് നോക്കി. അന്ധനാണെങ്കിൽ പോലും ആ സമയത്ത് ആകാശത്തേക്ക് നോക്കണമെന്ന്. വുളൂ എടുത്തതിന് ശേഷം 2 കൈകളും ഉയർത്തിപ്പിടിച്ചിട്ട് ദുആ ചെയ്യാം. സ്വലാത്ത് ചൊല്ലിയിട്ട് വന്ന് ദുആ ചെയ്യുക. വുളൂവിന് ശേഷമുള്ള ദുആ ആരാണ് സഹോദരങ്ങളെ ശ്രദ്ധിക്കുന്നത്? ഒന്ന് ചെയ്തു നോക്കിക്കേ. 8 കവാടങ്ങൾ അള്ളാഹു തുറന്നു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സമയമില്ലാത്തതുകൊണ്ടാണ് അത് വിശദീകരിക്കാത്തത്, ഓടിച്ചു പോവാൻ. വുളൂ നായിമാക്കിയാൽ ഉറപ്പായിട്ടും രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളൊക്കെ വെറുതെ വെള്ളം വേസ്റ്റ് ആക്കാൻ. യുസന്നു തസ്ലീസു കുല്ലു മിൻ മഗ്സൂലിൻ വമംസൂഹിൻ വയുക്റഹു സിയാദതു അലൈഹാ വഹറാമുൻ ഇദാ കാന മുസബ്ബല. ഷാഫി മദ്ഹബിലെ പ്രബലമായ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. 3 പ്രാവശ്യം വീതം കഴുകപ്പെടുന്ന അവയവങ്ങളും തടവപ്പെടുന്ന അവയവങ്ങളും ചെയ്യൽ സുന്നത്താണ്. 1 വട്ടം ചെയ്തു, അതിനോടൊപ്പം തന്നെ 2ഉം 3ഉം വട്ടം ചെയ്യൽ സുന്നത്താണ്. കഴുകുന്ന അവയവങ്ങളും തടവുന്ന അവയവങ്ങളും 3 പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്താണ്. വയുക്റഹു സിയാദതു അലൈഹാ, അതിനേക്കാൾ കൂടുതൽ 1 പ്രാവശ്യം അധികരിപ്പിക്കൽ. നിന്റെ സ്വന്തം പൈസക്ക് നീ ടാങ്കിലേക്ക് വെള്ളമടിച്ച് മോട്ടോർ മുഖേന കിണറ്റിൽ നിന്ന് വെള്ളമടിച്ചാൽ പോലും വീട്ടിൽ നിന്ന് എടുക്കുന്ന വുളൂ പോലും അകാരണമായി ഒരു കാര്യവുമില്ലാതെയാണ് 4ാമത്തെ വെള്ളം നീ ഉപയോഗിക്കുന്നത് എങ്കിൽ അത് കറാഹത്താണ്.
വഹറാമുൻ ഇദാ കാന മുസബ്ബല, പള്ളിയുടെ സ്വത്താണ് എങ്കിൽ 4-ാമത്തെ പ്രാവശ്യം നീ ഉപയോഗിക്കുന്നത് ഹറാമാണ്. ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായമാണ് ഈ പറയാൻ. മനസ്സിലാകുന്നുണ്ട്? പള്ളിയിൽ വന്നിട്ട് ചിലർ ചെരുപ്പൊക്കെ കഴുകി റാഹത്തായിട്ട് നിൽക്കാൻ, വീട്ടിൽ നിന്ന് കഴുകാൻ കാശുണ്ട്, വീട്ടിൽ വെള്ളമുണ്ട്, കഴുകൂല. പള്ളിയിലെ വെള്ളത്തിൽ ഹവായി ചെരുപ്പ് റാഹത്തായിട്ട്. പള്ളിയിലെ ഭിത്തിയിലോട്ട് ഒരു സോപ്പ് വാങ്ങിച്ച്, ലെക്സിന്റെ സോപ്പ്, പകുതി സോപ്പ്, കുളിച്ച് തീർന്നതിന്റെ സോപ്പ് അവിടെ കൊണ്ടുവന്ന് ഭിത്തിയിൽ വരതും, എന്നിട്ട് തല കൊണ്ടുവന്ന് അതിനകത്ത് 3 വട്ടം കറക്കി തല നല്ലതുപോലെ സോപ്പിട്ട് കഴുകാൻ, പേനൊക്കെ പോകാൻ വേണ്ടി പള്ളിയുടെ വെള്ളത്തിൽ. നമ്മൾ ഒളുവെടുക്കുന്ന വെള്ളം തന്നെ 4-ാമത്തെ പ്രാവശ്യം എടുക്കൽ ഹറാമാണ്, ആവശ്യമില്ല എങ്കിൽ. ആരാ പറഞ്ഞത്? പണ്ഡിതന്മാർ, ആലിമീങ്ങൾ രേഖപ്പെടുത്തിയാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്നു 4-ാമത്തെ പ്രാവശ്യം എടുക്കൽ. പള്ളിയുടെ വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. വെള്ളവുമായി ഏറ്റവും കൂടുതൽ വസ്വാസ് കാണിക്കുന്നവൻ വലഹാൻ എന്ന പിശാചിന് അടിമപ്പെട്ടവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വലഹാൻ എന്നൊരു പിശാചുണ്ട്. ആ പിശാചിന് അടിമപ്പെട്ടവനാണ് ആര്? വെള്ളവുമായി ബന്ധപ്പെട്ട സമയം കളയുന്നവൻ. ചിലർക്ക് വസ്വാസ, ബാത്റൂമിലൊക്കെ കയറിയ സുബ്ഹാനല്ലാഹ് മൊത്തം കഴുകി വൃത്തിയാക്കി ടൈലെല്ലാം വെളുപ്പിച്ചിട്ടേ വരുവുള്ളൂ. പെണ്ണുങ്ങൾ ചിലർ കയറിയ 1.5 മണിക്കൂർ എടുക്കും. പുരുഷന്മാരിൽ ചില ആളുകൾ അങ്ങനെ തന്നെ വസ്വാസാണ്. അങ്ങനെ വസ്വാസം എന്ന് നിങ്ങൾ ഓവറായി ജീവിതത്തിൽ കൊണ്ടുവരരുത്. അത് വലിയ അപകടം ജനിപ്പിക്കും. വെള്ളം ആവശ്യമില്ലാതെ കളയുക. വലഹാൻ എന്ന പിശാചിന് അടിമപ്പെട്ടവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വലഹാൻ, അങ്ങനെ ഒരു പിശാചുണ്ട്. വെള്ളവുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നവൻ ആ പിശാചിന് അടിമപ്പെട്ടവനാണ്. അതൊരു പൈശാചികതയാണ്. അതുകൊണ്ടാണല്ലോ ടോയ്ലറ്റിനുള്ളിലേക്ക് പോകുമ്പോൾ കാവൽ തേടുന്നത് വലിയ കാവൽ തേട്ടമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസി. ആൺപിശാചും പെൺപിശാചും എല്ലാം കൂടി സംഗമിക്കുന്ന സ്ഥലമാണ് ഇവിടെ ടോയ്ലറ്റ്. അതുകൊണ്ടാണ് കൂടുതൽ വലിയ കാവൽ തേട്ടം. വേറെ എവിടെ അങ്ങനെയില്ല. ബാക്കിയുള്ളിടത്തൊക്കെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഒറ്റയടിയ. ഇവിടെ അങ്ങനെയല്ല. ആൺപിശാചും പെൺപിശാചുക്കളെ തൊട്ട്. കാരണം അവിടെ സമയം ചെലവഴിക്കും. വലിയ വിഷയം തന്നെയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഉണർത്തിയതാണ്. വെള്ളം ആവശ്യമില്ലാതെ ദൂർത്തടിക്കാൻ പാടില്ല. എന്ത് കാര്യത്തിലാണെങ്കിലും. അത് എത്ര കഠിനമായ ചൂടുള്ള സമയത്താകട്ടെ, വെള്ളം ഉള്ള സമയത്താകട്ടെ, അധികമാക്കാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അതിലേക്കൂടെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മസ്സറഫു യാ സഅദു, മസ്സറഫു യാ സഅദു. എത്ര വലിയ ധൂർത്താണ് സഅദേ നീ നടത്തുന്നത്? ഉടനെ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അത്രേ, അഫിൽ വുദൂഇ ഇസ്റാഫുൻ യാ റസൂലല്ലാഹ്. വുദൂ എടുക്കുന്ന വെള്ളത്തിലും ഇസ്റാഫുണ്ടോ റസൂലേ? ആരാധനയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ വുദൂ ചെയ്യുന്നത്, അതിലും ഇസ്റാഫുണ്ടോ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉനഅം വ ഇൻ കുൻത അലാ നഹരിൻ ജാരിൻ. ഒഴുകുന്ന നദിയുടെ തീരത്തിരുന്ന്, അതിശക്തമായി നല്ല രീതിയിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന നദിയുടെ തീരത്തിരുന്നുകൊണ്ട് നീ ഒളുവെടുത്താലും ധാരാളം വെള്ളമുണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് ധൂർത്തടിക്കരുതേ സഅദേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇഷ്ടംപോലെ വെള്ളമുള്ള നദിയുടെ തീരത്തിരുന്ന് നീ ഒളുവെടുത്താൽ പോലും, നദിയിലല്ലേ വെള്ളം വറ്റുന്നില്ലല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോലും നീ 4-ാമത്തെ വട്ടം എടുക്കരുത്. നബി മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ചിന്തിക്കണം സഹോദരങ്ങളെ. പ്രത്യേകിച്ച് റമദാനിൽ വെളുക്കാൻ തേച്ചത് പാണ്ടാവും. വളരെ ശ്രദ്ധിക്കണം. വെള്ളമൊക്കെ വളരെ ഗൗരവത്തിൽ ഉപയോഗിക്കുക. വീട്ടിലാണെങ്കിലും പള്ളിയിലെ വെള്ളമാണെങ്കിലും. പള്ളിയിലെ വെള്ളമാണെങ്കിൽ ഭയങ്കര വിഷയമാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. യഥാർത്ഥത്തിൽ പള്ളിയിലേതാകുന്ന ടോയ്ലറ്റും സംവിധാനങ്ങളും വെച്ചിരിക്കുന്നത് ആർക്കാണത്? ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നു, യാത്ര കഴിഞ്ഞു വരുന്നു, പ്രയാസമാണ്, അയാൾക്ക് ആ ടോയ്ലറ്റ് ഉപയോഗിക്കുക. അതൊക്കെയാണ്. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഒളുവെടുത്ത് വരണം. കാരണം സൗകര്യങ്ങളുണ്ടല്ലോ അവിടുന്ന്. വീട്ടിൽ നിന്ന് ഒളുവെടുത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പോരെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അതല്ല, അവിടെ സുന്നത്ത് നിസ്കാരം നടക്കില്ലെങ്കിൽ ഓക്കെ, പള്ളിയിലോട്ട് പോരെ. പരമാവധി വീട്ടിൽ നിന്ന് തന്നെ ശുദ്ധിയാക്കി തന്നെ വരിക. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വരുന്നതിന് കൂലി കൂടുതലാണ്. അവിടെ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
അപ്പോൾ വുളൂ നിത്യമാക്കിയാൽ പാപം പൊറുക്കും. അവയവങ്ങൾ കഴുകുന്നതോടുകൂടി, മുഖം കഴുകുന്നതോടുകൂടി, കൈ കഴുകുന്നതോടുകൂടി, കാല് കഴുകുന്നതോടുകൂടി തന്നെ അവൻ്റെ വിരലുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ പാപങ്ങൾ പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ അവയവങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും പൊറുക്കും. ഹദീസാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പോകുന്നത്, ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പം തന്നെ 1 മണിക്കൂർ ആകാനായി, എവിടെ എത്തിയിട്ടില്ല. ഇനി 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ ക്ലോസ് ആവും. അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തതഹറ മിൻ ബൈതിഹി ثم خرج إلى المصلى ليقضي فريضة من فرائض الله كانت خطواته إحداهما تحط خطايا والأخرى ترفع درجته. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുകയാണ്, മൻ തതഹറ മിൻ ബൈതിഹി, ആരൊരുവൻ സ്വന്തം വീട്ടിൽ നിന്ന് ശുദ്ധി കലശം നടത്തിയാൽ, വീട്ടിൽ നിന്ന് വൃത്തിയായി വുളൂ ചെയ്താൽ, ثم خرج إلى المصلى, പിന്നെ അവന് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോയാൽ, ليقضي فريضة من فرائض الله, അല്ലാഹു നിശ്ചയിച്ച ഫർളുകളെ, സുബഹിയെ, ളുഹറിനെ, അസ്റിനെ, മഗ്രിബിനെ, ഇശായിനെ നമസ്കരിക്കാൻ വേണ്ടി പുരുഷന്മാരെ നീ പള്ളിയിലേക്ക് പോയാൽ, കാന ഖുത്വാതുഹു ഇഹ്ദാഹുമാ തഹത്തു ഖതായാ, പള്ളിയിലേക്ക് പോകുന്ന ഓരോ ചവിട്ടടിക്കും അല്ലാഹു നിന്റെ പാപങ്ങൾ ഇല്ലാതാക്കുമേ. ഓരോ ചവിട്ടടിക്കും പാപം പുറത്തു നൽകുമേ. വല്ലുഖറാ തർഫഉ ദറജതഹു, ഒരു കാല് വെക്കുമ്പോൾ നിന്റെ പാപം പൊറുക്കുകയും അടുത്ത കാല് നീ വെക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള പദവി ഉയർത്തി കിട്ടുകയും ചെയ്യുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി ഹദീസാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാല് വെക്കുമ്പോൾ പാപമോചനം, അടുത്ത കാല് വെക്കുമ്പോൾ തർഫഉ ദറജത, സ്വർഗത്തിലേക്കുള്ള പദവി ഉയരും. നബി മുഹമ്മദ് മുസ്തഫ. അതൊക്കെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് വുളൂ എടുത്ത് വരുന്നവനായത്. മൻ തതഹറ മിൻ ബൈതിഹി ثم خرج الى المصلى ليقضي فريضة من فرائض الله كانت خطواته احداهما تحط خطايا والاخرى ترفع درجته. ഒന്ന് പാപങ്ങൾ ഇല്ലാതാക്കി കളയും, മറ്റൊന്ന് സ്വർഗത്തിലേക്കുള്ള പദവി ഉയർത്തി നൽകും. എന്ത് വേണം? വുളൂ വീട്ടിൽ നിന്ന് എടുത്ത് നല്ല നിയ്യത്തിൽ പള്ളിയിലേക്ക് പോകണം. പള്ളിയിലേക്ക് പോകാന്നുള്ള നിയ്യത്ത് വലുതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കമ്പോളത്തിൽ വന്നു നിന്ന് അപ്പം വാങ്ങിച്ച് അങ്ങോട്ട് കയറി, അങ്ങനെയല്ല. വീട്ടിൽ നിന്ന് പള്ളിക്ക് പോകാൻ വേണ്ടി തന്നെ നിയ്യത്ത് വെച്ചിറങ്ങാം. ഓരോന്നിനും കരുതലാണ്. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി ശഫീഉനാ റസൂലുള്ളാഹി. അമലിനേക്കാൾ വലുതാണ് അവന്റെ കരുത്ത്. മനസ്സിലെ കരുത്തനാണ് ഭയങ്കര പ്രതിഫലം. കരുതലോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. അതല്ലേ നോമ്പുകാരന് ഫർളായ നോമ്പ് പിടിക്കുമ്പോൾ 2 കാര്യങ്ങൾ ഷർത്താണ്. ഒന്ന് തബീയത്ത്, രാത്രിയിൽ തന്നെ ആവണം നിയ്യത്ത് വെക്കേണ്ടത്. മറ്റൊന്ന് തഅയ്യിൻ, നോമ്പ് ഏതാണെന്നുള്ളത് വ്യക്തമാക്കണം. ഫർളായ നോമ്പ് പിടിക്കുമ്പോൾ, ഉദാഹരണത്തിന് റമദാനിലെ നോമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും നേർച്ചയായ നോമ്പ് ഒരാൾ വീട്ടുന്നു, അങ്ങനെയുള്ള നിർബന്ധമായ നോമ്പുകൾ വീട്ടുന്ന സമയത്ത് നിയ്യത്ത് എപ്പോഴെ തന്നെ വെക്കണം? രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കണം. 2 കാര്യങ്ങൾ നിബന്ധനയാണ്. ഒന്ന് തബീയത്ത്, രാത്രിയിൽ തന്നെ ആവണം, സുബഹിക്ക് ബാങ്കുളിക്കുന്നതിന് മുമ്പ് മതി. മറ്റൊന്ന് തഅയ്യിനാവണം. ഏതാണ് നോമ്പ്? റമദാനിലെ ആണെങ്കിൽ റമദാൻ, അതല്ല ഏതെങ്കിലും നേർച്ച നോമ്പാണെങ്കിൽ ഇന്ന നേർച്ച നോമ്പ്, ഇന്ന പ്രായശ്ചിത്തത്തിന്റെ നോമ്പ്, അത് വ്യക്തമാക്കിയിരിക്കണം. ആ നോമ്പ് ഏതാണെന്ന് വ്യക്തമാക്കിയിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിയ്യത്തിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. നിയ്യത്തില്ല എങ്കിൽ നോമ്പില്ല. ഒരാൾ നിയ്യത്ത് വെക്കാൻ മറന്നുപോയി രാത്രിയിൽ റമദാനിൽ, എന്താ ചെയ്യേണ്ടത്? പകല് നോമ്പുകാരനെ പോലെ നിൽക്കണം. ഒന്നും പറ്റൂല, ഒരു ഫുഡ് കഴിക്കാൻ പറ്റൂല, നോമ്പുകാരനെ പോലെ നിൽക്കേണ്ടി വരും. ആ നോമ്പ് പിന്നീട് ഖളാ വിട്ടുകയും വേണം. അതാണ് മസല. അപ്പൊ നിയ്യത്ത് മർമ്മപ്രധാനമാണ്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ പള്ളിയിലേക്ക് പോവാൻ നിയ്യത്ത് വെച്ചിട്ട് ഇറങ്ങണം. പുരുഷന്മാർക്കാണ് ഈ കൂലി കിട്ടുക. പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോകുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ആദ്യം പറഞ്ഞത് സ്ത്രീകൾക്കും കിട്ടും. 2 കാര്യങ്ങൾ. ഇസ്തിഗ്ഫാറും അധികരിപ്പിച്ചാൽ പാപമോചനം കിട്ടും. ഒളു നിത്യമാക്കുക. ഒരു ഒളു മുറിഞ്ഞു പോയി, അപ്പൊ തന്നെ അടുത്ത ഒളു വീണ്ടും പുതുക്കുക. അതിന് ശീലമാക്കി കൊണ്ടുവരണം. കാരണം വെള്ളവും സാഹചര്യങ്ങളും ഒക്കെ അൽഹംദുലില്ലാ ഇന്ന് വിശാലമാണ്. പിന്നെന്തിന് നമ്മൾ മടിക്കണം? കുളിച്ചിട്ട് ഇറങ്ങുന്നവൻ പോലും ഒളു എടുക്കാൻ മടിക്കാൻ. എന്തിനാണ് അങ്ങനെ? നല്ല വൃത്തിയായിട്ട് നീയത്ത് വെച്ചിട്ട് ഒന്ന് ഒളു എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിക്കുക. എന്ത് റാഹത്താൻ! അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ബനൂ സലമ ഗോത്രക്കാര് മദീനക്കാരാണ്. മദീനയിലുള്ള ഗോത്രക്കാരാണ്. ഏറ്റവും അറിയപ്പെട്ട ഗോത്രക്കാരാണ് ബനൂ സലമ ഗോത്രക്കാര്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ നബിയേ ഖലത്തിൽ ബിഖാഉ ഹൗലൽ മസ്ജിദി യാ റസൂലല്ലാഹ്. മദീന പള്ളിയുടെ പരിസരത്ത് നല്ലതുപോലെ സ്ഥലം ഒഴിവായിട്ടുണ്ട് നബിയേ. ഞങ്ങൾ അവിടേക്ക് സ്ഥലം വാങ്ങിയിട്ട് താമസം മാറ്റട്ടെ റസൂലേ. മദീന പള്ളിയുടെ പരിസരത്ത് സ്ഥലം വിൽക്കാനുണ്ട്. പള്ളിയുടെ പരിസരങ്ങളിൽ ഞങ്ങളിപ്പോൾ ഭയങ്കര ദൂരത്ത് നിന്നാണ് ജമാഅത്തിന് വരുന്നത്. ഒരുപാട് ദൂരം, മൈലുകൾക്ക് അപ്പുറത്തു നിന്നാണ് ബാങ്ക് വിളിക്കുമ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഈ വരുന്നത്. ഈ പള്ളിയുടെ അടുത്ത് സ്ഥലം ഉണ്ടെങ്കിൽ റാഹത്താണല്ലോ. ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിയിട്ട് ഇവിടെ വീട് വെക്കട്ടെ, നബിയോട് അനുവാദം ചോദിച്ചു വെക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുകയാണ്, വേണ്ട കേട്ടോ യാ ബനൂ സലമ, ദിയാറക്കും തുക്തബു ആസാറക്കും, ദിയാറക്കും തുക്തബു ആസാറക്കും. നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടുകളില്ലേ, അവിടെ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ജമാഅത്ത് നടന്നു വരൽ കൊണ്ട് നിങ്ങളുടെ കാൽപാദങ്ങൾ എണ്ണപ്പെടുകയാണ്. അത് അല്ലാഹു പാപമോചനത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ദൂര സ്ഥലത്താണ് നിങ്ങളുടെ വീടുള്ളത്. അവിടെ നിന്ന് മദീന പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലുകൾ കടന്നു വരുമ്പോ ഹയ്യാല ഹയ്യാലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള ശ്രവണ സുന്ദരമാകുന്ന ബാങ്കുലികൾ മുടങ്ങുമ്പോ നിങ്ങൾ വീട്ടിൽ നിന്നതാ നടന്ന് പള്ളിയിലേക്ക് നടന്നു വരുമ്പോ നിങ്ങൾക്ക് നൽകപ്പെടുന്ന കൂലിയെ നിങ്ങൾ അറിയണേ. ദിയാറക്കും തുക്തബു ആസാറക്കും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നടന്നു വരുന്ന ഓരോ പാദം കാലിനും അല്ലാഹു പാപങ്ങൾ പുറത്തു നൽകുമേ. ഓരോ ചുവടുവെപ്പിനും അല്ലാഹു സ്വർഗത്തിലേക്കുള്ള പദവി ഉയർത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ ഉണർത്തിയത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഈ ദുനിയാവിൽ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോകുന്ന ചെറുപ്പക്കാരാ, മമ്പാട് പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ മുഴക്കുമ്പോ ഇമാമും ജമാഅത്തും ആഗ്രഹിച്ചുകൊണ്ട് പോകുന്നവരെ, വീട്ടിൽ നിന്ന് വളു എടുത്തുകൊണ്ട് ഇറങ്ങി തിരിക്കുന്ന പുരുഷന്മാരെ, നിങ്ങൾക്ക് കിട്ടുന്ന കൂലിയെ നിങ്ങൾ നിസ്സാരപ്പെടുത്തരുതേ. ഓരോ ചവിട്ടടിക്കും അല്ലാഹു പാപം പൊറുക്കുകയാണ്. അടുത്ത കാല് വെക്കുമ്പോ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള പദവി ഉയർത്തുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നബി പറഞ്ഞു, നിങ്ങൾ വീടിങ്ങോട്ട് മാറണ്ട, പള്ളിയുടെ അടുത്ത് സ്ഥലം ഒഴിഞ്ഞു കിടന്നോട്ടെ, നിങ്ങൾ വരണ്ട, നിങ്ങൾ അവിടുന്ന് തന്നെ നടന്നു വരും. ആരോഗ്യം ഉണ്ടല്ലോ, ബാങ്ക് വിളിക്കുമ്പോൾ അത്രയും ദൂരത്തുനിന്ന് വരും, അത്രയും കൂലി കിട്ടുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ദൂരമാണ്, വാഹനത്തിലല്ലാതെ വരാൻ സാധിക്കില്ല, എങ്കിൽ വാഹനത്തിൽ വരിൻ. ആ വാഹനത്തിന്റെ മുഹദ്ദിസീങ്ങൾ പറയുന്നു, വാഹനത്തിൽ വരുമ്പോഴും അതിലുള്ള ഓരോ ചവിട്ടടി കണക്കാക്കിയിട്ട് എത്ര ദൂരമുണ്ടെന്ന് കണക്കാക്കി മേൽപ്പറയപ്പെട്ട കൂലി നിങ്ങൾക്ക് ലഭിക്കുമെന്നും ഹബീബ് റസൂലുള്ളാഹി. എന്താ നമ്മുടെ വിഷയം എന്താ? ഓരോ ചവിട്ടടിക്കും എന്ത് കിട്ടും? പാപമോചനം കിട്ടും. അതാണ് നമ്മുടെ വിഷയം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പാപം പുറത്ത് കിട്ടുന്ന അമലുകളാണ് പഠിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവണം. അനിയത്തിൽ വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പള്ളിയിലെത്തിയാൽ പിന്നെന്താണുള്ളത്? നിസ്കാരം. സുബ്ഹാനല്ലാഹ്. സ്ത്രീകൾ വീട്ടിൽ തന്നെ 5 വഖത്ത് കൃത്യമായി നിസ്കരിച്ചാൽ പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കറക്റ്റായിട്ട് 5 വഖത്ത് നിസ്കരിക്കണം, കറക്റ്റായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദികും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മറാത്ത് ഹൽ ബഖാ മിൻ ദറനിഹി ശൈഉൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു തീർത്തിട്ട് അവരോട് ചോദിക്കുകയാണ്, സ്വഹാബത്തെ അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദികും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മറാത്ത് ഹൽ ബഖാ മിൻ ദറനിഹി ശൈഉൻ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിന്റെ മുന്നിൽ മനോഹരമായ നല്ല തെളിഞ്ഞ നിറത്തിലുള്ള വെള്ളത്തിന്റെ അരുവി ഉണ്ടാവുകയും ആ ജലാശയത്തിലിറങ്ങി 5 നേരം നിങ്ങൾ വീടിന്റെ മുറ്റത്തുള്ളതാകുന്ന കുളത്തിലിറങ്ങി എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായി 5 നേരം കുളിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല മാലിന്യവും അവശേഷിക്കുമോ, വല്ല അഴുക്കും ബാക്കിയാകുമോ ഒന്ന് പറയുമോ സാബാ? ഫഖാലൂ, ഉടനെ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ലാ യാ റസൂലല്ലാഹ് ലാ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ. വീടിന്റെ മുറ്റത്തുള്ള മനോഹരമായ നദിയിൽ 5 നേരം ഒരു വ്യക്തി വീട്ടിൽ നിന്ന് ഇറങ്ങി റാഹത്തായി നീന്തി കുളിച്ചാൽ, അതിൽ സന്തോഷത്തോടുകൂടി അവൻ കുളി പാസാക്കിയാൽ 5 നേരം കുളിക്കുന്നതിലൂടെ അവന്റെ ശരീരത്തിൽ അല്പം പോലും അഴുക്ക് ബാക്കി ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ റസൂലേ ഉറപ്പാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ സഹാബത്തിനോട് പറയുകയാണ്, ഫകദാലിക മസലു സ്വലവാത്തിൽ 50 യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ. സഹാബത്തെ അപ്രകാരമാണ് 5 വഖത്ത് നമസ്കാരം. നിന്റെ വീടിന്റെ മുറ്റത്തുള്ള ഉമ്മറത്തുള്ള മനോഹരമായ നദിയിൽ 5 നേരം ഇറങ്ങി കുളിച്ചാൽ നിന്റെ ശരീരത്തിൽ അഴുക്കില്ലാതാവുന്നത് പോലെ 5 വഖത്ത് നമസ്കാരത്തിന്റെ ബാങ്കുലുകൾ പള്ളിയുടെ മിനാരങ്ങളിൽ മുഴക്കപ്പെടുമ്പോ അതിന്റെ ജമാഅത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ട് പുരുഷന്മാർ പള്ളിയിലേക്ക് പോയി നമസ്കാരങ്ങളെ ശ്രദ്ധിച്ചാൽ, സ്ത്രീകൾ അതിന്റെ നമസ്കാരത്തെ ശ്രദ്ധിച്ചാൽ അവരുടെ സർവ പാപങ്ങളും അല്ലാഹു ഇല്ലാതാക്കുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ. പാപം പുറത്തു കിട്ടാൻ 5 വഖത്ത് നമസ്കാരം ശ്രദ്ധിക്കണം. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മളിപ്പോ ഇസ്തിഗ്ഫാർ ചൊല്ലി പാപം പൊറുപ്പിച്ചു, വുളൂ നിത്യമാക്കി പാപം പൊറുപ്പിച്ചെടുത്തു. വുളൂ വീട്ടിൽ നിന്ന് എടുത്ത് പള്ളിയിലേക്ക് പുരുഷന്മാർ ജമാഅത്തിന് പോകുന്നു. വുളൂ എടുത്ത് അവ്വൽ വഖത്തിൽ തന്നെ സ്ത്രീകൾ നിസ്കരിക്കുന്നു. അപ്പൊ ഇത്രയും വരെ എത്തി. ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്തതാണ്. നോമ്പായതുകൊണ്ട് ചിലപ്പം ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാനൽ പോകും. അതിനാണ് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യുന്നത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഉണ്ട്. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. ശ്രദ്ധിക്കുക, നിങ്ങൾ നിസ്കാരം നിസ്സാരമല്ല, അതിന്റെ അവ്വൽ വഖത്തിൽ നിസ്കരിക്കണം, എങ്കിലേ കാര്യമുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ الذين هم يراءون الذين هم يراءون ويمنعون الماعون. പരിശുദ്ധമായ റമദാനിലടക്കം ഏറ്റവും കൂടുതൽ നമ്മൾ ഓതുന്നതായ സൂക്തമല്ലേ സൂറത്തുൽ മാഊൻ? പരിചിതമല്ലേ? എല്ലാ വഖത്തുകളും ശ്രദ്ധിക്കുന്നതല്ലേ? മഗ്രിബ് നിസ്കാരത്തിൽ എന്ന് വേണ്ട റമദാനിൽ മിക്ക പള്ളികളിലും അലം തറ കൈഫ മുതൽ താഴോട്ട് ഓതുമ്പോഴൊക്കെ ഈ സൂറത്തുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ അല്ലേ? ഓതാത്ത പള്ളിയില്ലല്ലോ. അലം തറ മുതൽ ഓതുന്ന താഴോട്ട് പോകുന്ന പള്ളി നോക്കി തന്നെ പോയി നിസ്കരിക്കുന്ന ആളുകളും ഉണ്ട്. തറാവീഹ് നിസ്കരിക്കാൻ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യം നോക്കുന്ന സ്ഥലം ഏതാണ്? ഫ്രണ്ടിലെ ക്ലോക്ക്
ഇന്ന് 10:05 തീർന്നത്, അതല്ല കറക്റ്റ് 10 നിർത്തിയത്. പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ക്ലോക്കില്ലേ, ആദ്യം നോക്കുന്നതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതാണ് ആദ്യം നോക്കുന്നത്. ശരിയാണോ അല്ലേ? അതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നിന്റെ മനസ്സാണ് ആ കാണുന്നത്. ക്ലോക്ക് നിന്റെ മനസ്സ്. എന്താ കാര്യം? ഇന്ന് ഇച്ചിരി വൈകിയാണോ തീർന്നത്, നേരത്തെ തീർന്നോ എന്നാണ് നോക്കുന്നത്. 2 മിനിറ്റ് വൈകിയാൽ നിസ്കാരം കഴിയുമ്പോൾ ഖത്തീബ് ഉസ്താദിനെ വിളിക്കും. സാർ ഒന്ന് കാണാൻ ഉസ്താദ് അല്ല പെരുന്നാപ്പൊടി തരാനായിരിക്കും, നേരത്തെ അഡ്വാൻസ്, റമളാനിലെ കൈമടക്ക്. എന്തായിരുന്നു? അതെ, ഇന്ന് 2 മിനിറ്റ് വൈകിട്ടുണ്ട്, അത് പറയാൻ വേണ്ടിയാ. ശരി, എന്നാൽ പോയിക്കോ, അസ്സലാമു അലൈക്കും, നാളെ നേരത്തെ നിർത്തിയേക്കണം. ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. സാധവർക്ക് കൈമുടക്ക് കിട്ടിയെന്ന് കരുതി അവിടം വരെ ചെന്നപ്പോൾ ഇതാ പറയുന്നത്, 2 മിനിറ്റ് വൈകിപ്പോയെന്ന് തറാവീഹ് ഓതി. നമ്മുടെയൊക്കെ ഇഖ്ലാസ് എവിടെയാണ്? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. എന്തായിരുന്നാലും ഈ സൂറത്ത് ഓതാത്ത പള്ളികളിൽ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഹിഫ്ളുള്ളതാണ്. നമസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകം, വൈലെന്നതാകുന്ന ഭാഗം തന്നെയുള്ളത് നമസ്കരിക്കുന്നവർക്കാണ്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ നബിയേ, ആരാണ് അക്കൂട്ടർ നബിയേ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ആരാണ് സാഹൂൻ? നമസ്കാരത്തെ അലസത വെക്കുന്ന ആളുകൾ, നമസ്കാരത്തെ അശ്രദ്ധ വെക്കുന്ന ആളുകൾ. ആരാണ് നബിയെ? ആരാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂലുടെ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബത്തെ അല്ലദീന യുഅഖിറൂന സ്വലാത്ത അൻ ഔഖാതിഹാ. നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്ന ആളുകൾ, നമസ്കാരത്തെ അതിന്റെ സമയത്തിൽ നിന്ന് അശ്രദ്ധ പതിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് തീർച്ചയായും വൈലെന്ന നരകമുണ്ട് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി ഫഹുവ വാദിൻ ഫീ ജഹന്നം. കത്തിജ്വലിക്കുന്ന ജഹന്നം എന്ന നരകത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു ചെരുവാണ് വൈലെന്ന ഭാഗമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ജഹന്നം എന്ന് പറയുന്ന നരകം വൻ പാപങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്. ജഹന്നം എന്ന നരകം, നരകം ധാരാളമുണ്ട്, അതിൽപ്പെട്ടതാണ് ജഹന്നം എന്ന നരകം. വൻ പാപികളായ ആളുകൾക്കുള്ളതാണ് ജഹന്നം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ജഹന്നമന് സുമ്മിയത്ത് ജഹന്നമു ലിഅന്നഹു യതജഹമു വജൂഹർ റിജാലി വന്നിസാ. നബി തങ്ങൾ വിശദീകരിച്ചു തന്നു എന്താണ് ജഹന്നം എന്ന് ജഹന്നമിന് പേര് വെക്കാൻ കാരണം. ലിഅന്നഹു യതജഹമു വജൂഹർ റിജാലി വന്നിസാ. അതിലേക്ക് കടക്കുന്നവന്റെ മുഖവും സ്ത്രീ പുരുഷന്മാരുടെ മുഖത്തിൻ്റെതാകുന്ന ചർമ്മങ്ങളും മാംസങ്ങളും കരിച്ചു കളയും. അതാണ് ജഹന്നം എന്ന് പേര് വെക്കാൻ കാരണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നരകം പഠിക്കേണ്ടത് തന്നെയാണ്. നാളെ ഇൻഷാ അല്ലാഹ് പൂക്കോട്ടുംപാടം യമാനിയിൽ വെച്ച് പ്രസംഗം ഉണ്ട് നിലമ്പൂർ. അവിടെ നാളെ ഇൻഷാ അല്ലാഹ് നരകം പറയും. അപ്പോൾ പറയും എന്താണ് ജഹന്നം, എന്താണ് സഈർ, എന്താണ് ലള, അതൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾ. അപ്പം അതിലോട്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. നരകം വേറൊരു വിഷയമാണ്. അടുത്ത 10 അതിനെക്കുറിച്ചുള്ള കാവൽ തേട്ടം നടക്കുന്നത്. എപ്പോഴും കാവൽ തേടുന്നുണ്ട് നമ്മൾ. പ്രത്യേകമായി റമദാനിൽ അടയാളപ്പെടുത്തുന്നത് അപ്പോഴാണ്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, എൻ്റെ പിരടിയെ മോചിപ്പിക്കണേ അല്ലാഹ്. ഭയങ്കര സംഭവമാണത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഓരോരുത്തരും സ്വന്തത്തെ തൊട്ട് കാവൽ തേടുകയാണ്. എൻ്റെ പിരടിയെ മോചിപ്പിക്കണേ, എന്നെ നരകത്തിൽ നിന്ന് മുക്തമാക്കി തരണേ അല്ലാഹു. കാരണം അത്രമേൽ പ്രധാനമാണത്. ചോദിച്ചേ പറ്റൂ. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ധാരാളം പ്രാവശ്യം അറിഞ്ഞും അറിയാതെയും ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ചുരുക്കത്തിൽ ആ ജഹന്നം എന്ന് പറയുന്ന വിശാലമായ നരകത്തിന്റെ വൻപാപികൾക്ക് വേണ്ടി സൃഷ്ടിച്ച നരകത്തിന്റെ ഒരു ഭാഗമാണ് എന്ത്? ഒരു ചെരുവാണ്, മലഞ്ചെരുവാണ്. എന്ത്? വൈൽ. അതാർക്കാ നൽകുന്നത്? നമസ്കാരം അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്നവന് കൊടുക്കാൻ. നിസ്കരിക്കാത്തവനല്ല, നിസ്കരിക്കുന്നുണ്ട് പക്ഷെ സമയത്തല്ല, അവന് നരകം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് പാഠം. വളരെ ശ്രദ്ധിക്കണം, പോയിന്റ് വളരെ ശ്രദ്ധിക്കണം. നിസ്കരിക്കാത്തവനല്ല, നിസ്കരിക്കുന്നുണ്ട് പക്ഷെ സമയത്തല്ല, അവനും എന്താ കിട്ടുന്നത്? നരകത്തിന്റെ ചെരുവാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
അല്ലദീന യുഅഖിറൂന സ്വലാത്ത അൻ ഔഖാതിഹാ, നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നമസ്കാരത്തെ പിന്തിക്കുന്നവനാണ് അതിന്റെ സമയം വിട്ട്. നമ്മളിൽ 95% അക്കൂട്ടത്തിലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ജമാഅത്ത് ശ്രദ്ധിക്കുന്നില്ല, അവ്വൽ ജമാഅത്തിന് പുണ്യം കൽപ്പിക്കുന്നില്ല. നിങ്ങൾ നോക്കി, ഏത് ജമാഅത്തും ഏത് പള്ളിയിലും കയറി നോക്കി, മസ്ബൂക്കിന്റെ എണ്ണം കൂടുതലാണ്. നിങ്ങൾക്കതറിയാലോ, മസ്ബൂക്ക് മഅ്മൂമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. മഅ്മൂം എന്ന് പറയുമ്പോൾ ഇമാമിനോട് നേരത്തെ പിന്തുടരുന്നവന് മഅ്മൂം, മസ്ബൂക്ക് പിന്തുടർന്നവൻ. മസ്ബൂക്കുകളുടെ എണ്ണം കൂടുതലാണ്. ഏത് ജമാഅത്തും എടുത്തു നോക്കി, എല്ലാ ജമാഅത്തും. നമ്മൾ റമളാനിൽ ജുമാ നടത്തുവാണെങ്കിൽ പോലും അവിടെയുണ്ട് മസ്ബൂക്ക്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പോഴും നേരത്തെ വരാത്ത കൗമുണ്ട്. റമളാനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസമാണ്, അപ്പോഴും ഉണ്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് വരുമ്പോൾ ഇങ്ങനെ വൈകി വരുന്ന ആള്. നിസ്കാരം നടക്കുമ്പോൾ ഓടി വരികയാണ്, വേഗം ഒന്നു കൊടുത്താൽ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന് ഫ്രണ്ട് തപ്പ് കൊടുക്കണം. ഭയങ്കര ഇഖ്ലാസോട് വരുന്ന പോലെ തോന്നുക. നേരത്തെ ബാങ്ക് വിളിച്ച്, അവര് ബാങ്ക് വിളിച്ചു, രണ്ടാമത്തെ ബാങ്ക് ഹുതുബയെന്ന് വിളിക്കുന്നു, എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോഴും ബ്രഷ് എടുത്തോണ്ട് പോകുന്നേ ഉള്ളൂ. വാഷ്റൂമിലോട്ട് കയറുകയാണ്. ആദ്യത്തെ ബാങ്ക് വിളിച്ചപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്. രണ്ടാമത്തെ ഇമാമ് ഹുതുബയിൽ കയറുന്ന സമയത്ത് ബാത്റൂമിലേക്ക് കയറി. ഇതല്ലേ അവസ്ഥ? എന്താണ് നമ്മുടെ അവസ്ഥ? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നിസ്കാരം പിന്തിക്ക് അലസമാക്കുക. ളുഹർ നമസ്കാരം അധിക സഹോദരിമാരെ നിസ്കരിക്കുന്നത് അസർ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പാണ്. 3 മണിയാകുമ്പോൾ കുളിച്ച് ഫ്രഷായി റെഡിയായിട്ട് വന്ന് ളുഹർ നിസ്കരിക്കും. ളുഹർ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ മോദി ബാങ്ക് കൊടുത്തോണം. ഇല്ലെങ്കിൽ ഉടനെ ഇക്കാട് പറയും, അയാളെ മാറ്റിയേക്കട്ടെ മോദി സ്ഥാനത്ത്, കമ്മിറ്റിക്കാരനെ ഇക്ക. അപ്പോൾ അയാളോട് പറയാം അങ്ങനെ ശുപാർശ ചെയ്ത്, കാരണം ബാങ്ക് വിളിക്കുന്നില്ല കറക്റ്റായിട്ട്. ളുഹർ ബാങ്ക് വിളിച്ചിട്ട് ഇപ്പോഴാണ് നിസ്കരിക്കുന്നത്. ളുഹർ 3 മണിക്ക്. മിക്ക സ്ത്രീകളുടെ അവസ്ഥ ഏതാണ്? കച്ചവടക്കാരായ ആളുകൾ ളുഹർ നിസ്കാരം അസറിലേക്ക് വെച്ച് ബന്ധിക്കും. ചിലർ അസർ മഗ്രിബിലേക്ക് വെച്ച് ബന്ധിക്കും, മഗ്രിബിനെ ഇശായിലേക്ക് ബന്ധിക്കും. ചിലർ സുബഹി വരെ ഇമാമ ഹുത്തമ മിമ്പറിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നാണയില്ലാത്ത ഹൈവാൻ സാധാരണ അപ്പുറത്തെ ഭാഗത്ത് ഏതെങ്കിലും ഒരു തട്ടിലൊക്കെ പോയി ഒളിച്ചതൊക്കെ നിസ്കരിക്കും. ഇപ്പൊ അതും കൂടി നാണമില്ല, അതിന്റെ നാണം കൂടി പോയി. കാരണം ഞാൻ സുബഹി നിസ്കരിക്കുന്നുണ്ടെന്ന് അറിയിക്കുക. എത്ര മണിക്ക്? 12:30. അതും ജുമായ്ക്ക്, വെള്ളിയാഴ്ച വന്നിരിക്കുക, 2 കൈ ഓർത്ത് കുനൂത്ത് ഓതുക. ഒരു മടിയില്ല, അതും ഇമാമിന്റെ മിമ്പറിന്റെ മുന്നിൽ തന്നെ. അങ്ങനത്തെ ആളുകൾ വരെ ഇന്ന് സമൂഹത്തിൽ എത്തിപ്പെട്ടു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണ് നമ്മുടെ അവസ്ഥ? ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സുബഹി, അങ്ങനെയല്ലല്ലോ. അതായത് നമ്മുടെ എല്ലാ പരിപാടികളും കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ നിസ്കരിക്കാം. അങ്ങനെ റബ്ബിന് നിസ്കാരം വേണ്ട. തോന്നുമ്പോൾ സല്ലിയുടെ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. ഇതൊക്കെ നമ്മൾ റമളാനിൽ ചിട്ടപ്പെടുത്തിയില്ലെങ്കിൽ അദാബാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കരിക്കുന്നവന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞില്ലയോ, ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. നമസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമാണ്, സമയത്ത് നിർവഹിക്കൽ അനിവാര്യമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിർണിതമായ സമയത്ത് തന്നെ നിർവഹിച്ചിരിക്കണം മുഅ്മിൻ നിസ്കാരം. ആ സമയത്ത് തന്നെ അവ്വൽ വഖത്തിൽ. പിന്തിച്ച് നിസ്കരിച്ചാൽ എവിടെ പോണ്ടി വരും? നരകത്തിന്റെ ഒരു ചെരിവ്, ജഹന്നമിന്റെ ചെരിവാണ് വൈൽ. അവിടെയാണ് നിന്റെ പ്രവേശനമുള്ളത്. നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നവൻ, സ്ഥിരമായി ചെയ്യുന്നവൻ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിക്കോ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. യാത്രക്കാരന് ഇളവുണ്ട്, മുന്തിക്ക ബന്ധിക്ക, ഓക്കെ. രോഗിയുണ്ട്, അവന് ഇളവുണ്ട്. അല്ലാത്ത നമുക്കൊന്നും എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നല്ല ബിസിനസ് റമദാനിൽ നടക്കുകയാണ്. രാത്രിയിൽ നല്ല കുലുക്കി സർബത്ത് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ വെറൈറ്റി സർബത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകുന്ന സാധനമാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നല്ല ഉപ്പിട്ടിട്ട് നല്ല സോഡ അടിച്ചിട്ട് വെറും വയറ്റിൽ പോയി അടിക്കുകയാണ് നോമ്പ് തുറക്കുമ്പോൾ. കിഡ്നി രണ്ടും കൂടെ അടിച്ചു പോകാൻ ഏറ്റവും ബെറ്റർ ഇതിനേക്കാൾ വേറെ ഒന്നുമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഏറ്റവും കൂടുതൽ നമ്മുടെ ഉമ്മത്താണ്. ഇന്നലെ ഞാൻ 12 മണിക്ക് വരുമ്പോഴും നമ്മുടെ പെരിന്തൽമണ്ണയിലൊക്കെ ടൗണിൽ തിരക്കാണ്. എല്ലാവരും അവിടെയുണ്ട്. ഒരു വായന അവിടെ നിന്ന് പറയാം, അതുപോലെ ജനം അവിടെ ഉണ്ട്. നമ്മുടെ ഉമ്മത്താണ് മൊത്തം. രാത്രി കാലങ്ങളിൽ വരെ സജീവമാകുകയാണ്. രാത്രിയിൽ അങ്ങ് കഴിച്ചും ഭുജിച്ചും രമിച്ചും രസിച്ചും നമ്മളെ രാവുകളെ തള്ളി നീക്കാൻ മഹാന്മാർ ഏറ്റവും കൂടുതൽ ഇബാദത്തെടുത്തിരുന്നത് രാത്രിയിലാണ്. ഉറക്കമുളച്ചത് ഇബാദത്തിന് വേണ്ടിയാണ്. നമ്മൾ ഉറക്കമൊഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തിന്നാനും കുടിക്കാനും രസിക്കാനും രമിക്കാനാണ്. സിനിമ കാണാനും സീരിയൽ കാണാനും പന്ത് കളി കാണാനും IPL തുടങ്ങി. ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോവാൻ
കുറെ പേര് ബിഗ് ബോസ് എന്താണ് വെള്ളവസ്ഥ എന്താണ്? തുണിയില്ലായി പോണ്ടോ? ഉറങ്ങണോ? കെട്ടിപ്പിടിച്ചാണോ ഉറങ്ങുന്നത്? ഉമ്മ വെക്കുന്നുണ്ടോ? സീൻ എങ്ങനെയുണ്ട്? വല്ലതും കിട്ടുമോ? ഇത് നോക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് പരിപാടി. റമദാനായപ്പോൾ ഇതന്നെ വൈകിട്ടൊക്കെ ഇതിന്റെ മേൽ ഹയാത്താക്കാൻ ജീവിത സുഖ ആസ്വാദനങ്ങളാണ്. നമ്മൾ രാത്രിയിൽ മഹാന്മാര് രാത്രിയെ ജീവസ്വത്യതാക്കിയത് ഖുർആൻ ഓതാൻ, ദിക്ർ ചെല്ലാൻ, നമസ്കരിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് അവർ ഇബാദത്തെടുത്തത്. നമ്മൾ എത്രയാണ് സഹോദരങ്ങളെ? ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ നമ്മുടെ സമുദായത്തിലാണ് മാരകമാകുന്ന രോഗത്തിന് അടിമപ്പെട്ടവർ. ശ്രദ്ധിക്കൻ, അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ കാരണം ഭക്ഷണം കൊണ്ട് തന്നെയാണ്. ഭക്ഷണത്തിലുണ്ടാകുന്ന അമിതവ്യയം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒക്കെ നിയന്ത്രിക്കാൻ പറ്റിയ മാസമല്ലേ റമദാൻ. ആ റമദാനിൽ നമ്മൾ വീണ്ടും കരിയും പൊരിയും വറവും ഒക്കെ ആയിട്ടങ്ങ് അടിച്ചു പൊളിക്കുകയാണ്. എത്രയാണ് ഒരു വീട്ടിൽ ആവശ്യമാകുന്ന സാധനം വെച്ചാൽ പോരെ? 5 പേര് വീട്ടിലുണ്ടെങ്കിൽ 3 പേർക്കുള്ള ആഹാരം വെച്ചാൽ മതി. അത് 5 പേർക്ക് മതിയാവും. അങ്ങനെ തീരുമാനിക്കും. ഇത് 5 പേരുണ്ടെങ്കിൽ 15 പേർക്കുള്ള വെക്കാൻ. എന്തിനാണിത്? എന്നിട്ടത് വേസ്റ്റാക്കാൻ. പള്ളിയിൽ നിന്ന് കിട്ടുന്ന നെയ്ച്ചോറും പൊതിയും അതും വിടൂല, അതും കിട്ടുകയാണ്. അതും വാങ്ങിച്ചോണ്ട് വരും. എല്ലാം 17-ന് 27-നും ഒക്കെ കിട്ടുന്ന 2 പൊതി കിട്ടിയാലും 3 പൊതി അപ്പച്ചമ്പി വെച്ചിട്ട് ആവി കയറ്റിയിട്ട് വീണ്ടും അടിക്കാൻ. വയറിളകിയാലും കുഴപ്പമില്ല, കൊണ്ടുവരല് തന്നെ, അടിക്കല് തന്നെ. എന്താണ് നമ്മുടെ അവസ്ഥ? അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ.